ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇ.ഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ വല വിരിച്ചു, റഡാർ വിരിച്ചിരിക്കുകയാണ്. ഇന്നലെ അവർ കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനൊന്നും വലിയ പിടി കൊടുക്കാതെ, പോലീസ് സംവിധാനത്തിന് പോലും കൃത്യമായ അറിയിപ്പ് കൊടുക്കാതെ പിണറായി വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറിയിലുള്ള വീട്ടിലും, പിണറായിയിലെ വീട്ടിലും, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും, കരിമണൽ കർത്തയുടെ വീട്ടിലും ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. കുറേ രേഖകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. ഈ 12 സ്ഥലങ്ങളിൽ നിന്നുള്ള 242 അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറയുന്നു. ആ മരവിപ്പിച്ചതിൽ വീണ വിജയൻ്റെ 18 കോടി രൂപയുടെ അക്കൗണ്ടും മരവിപ്പിച്ചു എന്ന് പറയുന്നു. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ ആലോചിച്ചാൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ തോറ്റ് 35 സീറ്റിലേക്ക് ഒതുങ്ങി. 26 സീറ്റായി CPM ഒതുങ്ങി. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന CPMനെ കൂടുതൽ മെരുക്കി, കൂടുതൽ പ്രയാസത്തിലാക്കി, പൊളിറ്റിക്കലായി വാണിഷിക്കാൻ പറ്റുമോ എന്നൊരു അജണ്ട BJPക്കുണ്ട്. അങ്ങനെ വാണിഷിക്കാൻ പറ്റിയാൽ BJPക്ക് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്തെത്താൻ പറ്റും. അതാണ് BJPയുടെ അജണ്ട. എന്നാൽ CPMന് BJP ആണോ CPM ആണോ പ്രതിപക്ഷത്ത് ഉണ്ടാവേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ ഉടനെ, പിന്നെ ഭാവിയിൽ UDF പ്രതിപക്ഷത്ത് എങ്ങനെ പോവുകയാണെങ്കിൽ ഭരണപക്ഷത്ത് ആര് വരണമെന്നതിനൊക്കെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് കിടക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ പിണറായി വിജയൻ്റെ വീട്ടിൽ 8 മണിക്കൂർ നേരം റെയ്ഡ് നടന്നപ്പോൾ, ഇന്നലേക്ക് മുമ്പ് ദിവസം വരെ, തൊട്ട് മുമ്പ് നടന്ന തലേ ദിവസത്തെ ഒരു കോടതി വിധിയാണ് ഇതിന് കാരണമായത്. 1 വർഷത്തെ കേസ് നടന്നു, അത് കോടതി വിധി വന്നു. ഇഡിക്ക് റെയ്ഡ് നടത്താം, അല്ലെങ്കിൽ ഇഡിക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിൻ്റെ തലേ ദിവസം വരെ, അതായത് ഇന്നലെയാണ് റെയ്ഡ് നടന്ന മിനിയാന്ന് വരെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിശകലനം നടക്കുകയാണ്. അവിടെ വളരെ അതിരൂക്ഷമായ രീതിയിലാണ് പിണറായി വിജയനെതിരെ ആക്ഷേപം വന്നത്. അങ്ങനെ പിണറായി വിജയൻ എയറിൽ കയറി നിന്നപ്പോഴാണ് പെട്ടെന്ന്, ഗോവിന്ദമാഷുണ്ട്, പെട്ടെന്ന് ഇതാ ഒരു ഗിഫ്റ്റ് കിട്ടിയതുപോലെ പെട്ടെന്ന് ഇടി വരുന്നു, പരിശോധിക്കുന്നു, വിവാദമാകുന്നു, തർക്കമാകുന്നു, കാറടിച്ച് പൊളിക്കുന്നു. വലിയ ഒരു ഇതായി വീണ്ടും പിണറായി വിജയൻ കി ജയ് വിളിക്കുന്ന ഒരു പെട്ടെന്നൊരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ മാറി. ഈ മാറ്റം ചെയ്തു കൊടുത്തത് BJP CPM ഡീലാണോ, CPM അല്ല കോൺഗ്രസ് CPM ഡീലാണോ, ആര് തമ്മിലുള്ള ഡീലാണെന്നറിയില്ല. ഏത് ഡീലായാലും ഇന്നലത്തോടുകൂടി പിണറായി വിജയൻ വീണ്ടും വീരപുരുഷനായി മാറി. അപ്പോൾ വളരെ രസകരമാണ് സംസാരം സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇഡിയുടെ വഴിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ, അവർ കരിവണ്ണൂർ കേസിലും ഇതുപോലെ വന്നു, ബാങ്കിൻ്റെ കേസിലും ഇതുപോലെയൊക്കെ വന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അവസാനം അത് നനഞ്ഞ പടക്കമായി. ശബരിമല കേസിലും വലിയ ബഹളം ഉണ്ടാക്കി. 33 സ്ഥലത്തൊക്കെയാണ് പോയി റെയ്ഡ് ചെയ്തത്. പക്ഷേ ഒന്നും സീരിയസ് ആയിട്ട് അവർ പുറത്ത് കൊണ്ടുവന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. ശിവശങ്കറിൻ്റെ കേസിലും ശിവശങ്കറിനെ ശിക്ഷിച്ചു എന്നുള്ളതല്ലാതെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ഇഡി അന്വേഷിക്കുന്ന, കേരളത്തിൽ അന്വേഷിച്ച കേസെങ്കിലും മറ്റു സ്ഥലത്തൊന്നും നമുക്കറിയത്തില്ല. ബംഗാളിൽ ഇതുപോലെ ഇഡി ഒരു അന്വേഷണം നടത്തി. ഇഡിയുടെ ഉദ്യോഗസ്ഥരെ അന്ന് മമതാ ബാനർജിയുടെ ആളുകൾ അടിച്ച് വേണ്ട കൺഫ്യൂഷനായി. അവസാനം അത് ഹൈക്കോടതി വരെ ഇടപെട്ട് CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ച് വല്ലാതെ അത് വഷളായി അവിടെ. പക്ഷേ എന്തായാലും ഇവിടെ ഇന്നലത്തെ തല്ല് വന്നതുകൊണ്ട് തന്നെ അതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പോലീസിന് ഒരു വീഴ്ച, അല്ലെങ്കിൽ ഒരു മാനക്കേട്, ഒരു നാണക്കേട്, ലജ്ജ വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇന്നലെ പോലീസ് സേനയിലുണ്ട്. കാരണം പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന 10ഓളം പേർ പാർട്ടി ഓഫീസിൽ ഇരിക്കുകയും അവരെ പിടിക്കാതെ പോലീസ് മാറിക്കൊടുക്കുന്ന, അവർ പിന്നെ ഇറങ്ങി വന്ന് അതിൽ 4-5 പേർ അറസ്റ്റ് ചെയ്യുകയും 2-3 പേർ ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇഡിയുടെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. ഇനി ഇഡി കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യും, വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യും. അതിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ 2 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ബാക്കി ഇഡിയിൽ നിന്ന്, അല്ല, ഈ പിന്നെ നമ്മുടെ കരിമണൽ കർത്തയിൽ നിന്ന് മറ്റ് പലരും എന്ത് വാങ്ങിയിട്ടുണ്ട്, മാസപ്പടിയും അല്ലെങ്കിൽ സംഭാവനയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെ പിടിക്കുമോ, അവരിലേക്ക് നീളുമോ? അങ്ങനെ വളരെ രസകരമായ ഒരു കഥയായി ഇഡി കഥ തുടരുകയാണ്. ഒരു പരമ്പരയായി തന്നെ ഇഡി കേരളത്തിൽ ഉണ്ട്.